മാം, ഈ ഓപ്പൺ സ്കൂളിലെ രജിസ്ട്രേഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയാണ്? ഓക്കെ, 10ാം ക്ലാസ്സിന്റെ രജിസ്ട്രേഷൻ ആണ് നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ 8ാം ക്ലാസ് വരെ കുട്ടി പഠിച്ചിരിക്കണം. ഓക്കെ, 8ാം ക്ലാസ്സിലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സെൽഫ് അഫിഡവിറ്റ് തയ്യാറാക്കിയിട്ട് അത് നമ്മൾ സബ്മിറ്റ് ചെയ്താലും മതി. പ്ലസ് നമുക്ക് വേണ്ടത് ഒരു ഫോട്ടോ, ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്. ഇത്രയാണ്. ഇനി ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾ ഉണ്ടായിരിക്കാം, അപ്പൊ അവരുടെ പാസ്പോർട്ടോ, ഇനി വലിയ ആളുകളാണ് അവർക്ക് ആധാർ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ്, അല്ലെന്നുണ്ടെങ്കിൽ വോട്ടർ ID കാർഡ്. ഇത്രയാണ് വേണ്ടത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി +2 ആണ് കുട്ടിയെങ്കിൽ അവരുടെ 10ാം ക്ലാസ് പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വേണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്. ഈ പറഞ്ഞ ആധാർ കാർഡിന്റെ അല്ലാത്ത ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് +2ന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് പിടിക്കുന്നുണ്ട് ഇതിന്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് കൺഫേം ആയി വരാനായിട്ട്. ഇതിന് കൺഫേം ആയി വന്നാലേ നമുക്ക് ID കാർഡ് കിട്ടുള്ളൂ. ആ ID കാർഡാണ് നമ്മൾ ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. ഓക്കെ, ഇപ്പൊ പല ഹോം സ്കൂളിംഗ് ചെയ്യുന്ന ആളുകൾക്കും ആ ID കാർഡാണ് കുട്ടി പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അവരുടെ ID കാർഡ്, അതായത് സ്കൂൾ ID കാർഡ് എന്ന് പറയുന്നത് പോലെ ഈ ഓപ്പൺ സ്കൂൾ പഠിക്കുന്ന കുട്ടിക്ക് ഓപ്പൺ സ്കൂളിന്റെ ID കാർഡ് ഉണ്ടായിരിക്കും. ആ ID കാർഡ് ഒരു 2 മുതൽ 3 മാസത്തിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. ആ ID കാർഡ് വെച്ചിട്ടാണ് നമുക്ക് ബാക്കി എക്സാംസ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ID കാർഡ് ആയി കൊണ്ടുപോകുന്നത് അതാണ്. പിന്നെ നമുക്ക് പരീക്ഷകൾ വരുന്നത് എല്ലാ രജിസ്ട്രേഷനും കഴിഞ്ഞ് 10 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 12 മാസം കഴിയുമ്പോൾ എക്സാം ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് എക്സാം എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഓൺ ഡിമാൻഡ് ആയിട്ട് നമുക്ക് ഏത് ദിവസമാണോ എക്സാം വേണ്ടത്, അല്ലെങ്കിൽ ഏത് മാസമാണോ നമുക്ക് എക്സാം വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഓപ്ഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ് എടുക്കാം. ഏത് ഡേറ്റിലാണ് നമുക്ക് എക്സാം വേണ്ടത് ഡേറ്റ് എടുക്കാം. 12 മാസം കഴിയാതെ മുന്നേ തന്നെ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓൾറെഡി തോറ്റിട്ടുള്ള കുട്ടിയാണെങ്കിൽ, അതായത് +2 പോയി 2 വർഷം പോയി എന്നിട്ട് തോറ്റു. ഇപ്പോ ആ കുട്ടി സയൻസ് ആണ് ചെയ്തെന്ന് വിചാരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഇതാണ് ആ കുട്ടി ചെയ്തിരുന്നത്. ഈ കുട്ടി ഇതിൽ ഫിസിക്സും മാത്സും തോറ്റു, ബാക്കി 3 സബ്ജക്ട് ജയിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ തോറ്റ സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ജയിച്ച 2 സബ്ജക്ട് നമ്മൾ പുതിയ സർട്ടിഫിക്കറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതായത് 3 എണ്ണമാണ് ആ കുട്ടി ജയിച്ചിട്ടുള്ളത്, അതിന് 2 എണ്ണം ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ബാക്കി അതിൽ 1 എണ്ണം കൂടെ എക്സാം എഴുതേണ്ടി വരും. പ്ലസ് തോറ്റ 2 സബ്ജക്റ്റും കൂടെ എക്സാം എഴുതാം. അങ്ങനെയാകുമ്പോൾ പുതിയ സർട്ടിഫിക്കറ്റ് നമുക്ക് 5 സബ്ജക്ട് പാസ്സായിട്ട് കിട്ടും.